വെൽക്കം ബാക്ക് ടു ഡിജി സ്കൂൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കോണുകൾ എന്ന ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ നേരെ ബാക്കി ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കോണ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന് ഭിന്നസംഖ്യാ രൂപം എന്നൊക്കെയായിരുന്നു പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഭിന്നസംഖ്യാ രൂപം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിൽ കോണുകൾ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ മട്ട ഉപയോഗിച്ച് കോണുകൾ അടയാളപ്പെടുത്തുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഭിന്നസംഖ്യേനെ കോണിലേക്കാക്കുന്നത് എന്ന് നോക്കാം. 8, അതായത് 8ൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി കോണളവാണ് നോക്കണം അല്ലേ. ആദ്യം ഇതിനെങ്ങനെ വൃത്തത്തിൽ വിഭജിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുക. വൃത്തത്തിൽ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് എത്ര ഡിഗ്രി കോണളവാണ് എന്ന് നോക്കണം. അപ്പോൾ കോണളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 360 ഇവിടെ തന്നിട്ടുള്ള ഛേദത്തിനെ 360 ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു വൃത്തത്തിലെ കോണിൻ്റെ അളവ് എത്രയാണ്? 360 ആണല്ലോ. അപ്പോൾ ഈ 360നെ 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 4 8 32. അപ്പോൾ ഇവിടെ 6 2 വർഷം 4, ഇവിടെ 40, 40 8 5. അപ്പോൾ 5 8 40 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടിയത്? 45 ഡിഗ്രി. അപ്പോൾ ഇവിടെയുള്ള കോണ് നമുക്കിങ്ങനെ എഴുതാം. 360 ഇവിടെ എത്ര 45 ഡിഗ്രി കൂട്ടുന്നതായിരിക്കും? ഇവിടെ അംശത്തിൽ എത്രയാണുള്ളത്? 3 അല്ലേ. അപ്പോൾ 3 45 ഡിഗ്രി കൂട്ടുന്നതായിരിക്കും. അപ്പോൾ 45 ഗുണിക്കണം 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് 3 ഗുണിക്കണം 45 എന്ന് എഴുതിയാലും, അല്ലെങ്കിൽ 45 കൂട്ടണം 45 അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. രണ്ടും ഒരേ അർത്ഥമാണല്ലോ. 45 കൂട്ടണം 45. അപ്പോൾ നമുക്കിവിടെയുള്ള കോണ് എത്രയാണെന്ന് കിട്ടി. അപ്പോൾ എത്രയായിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഗുണിക്കണം 3 എത്രയാണ്? 45 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 3 5 15, 1 ശിഷ്ടം, 4 3 12, 1 13. അപ്പോൾ എത്ര ഡിഗ്രിയാണ്? 135 ഡിഗ്രി. 360ൽ എത്ര ഡിഗ്രിയാണ്? 135 ഡിഗ്രി. 360ൽ 135 ഡിഗ്രിയാണ് ഈ ഭിന്നസംഖ്യയുടെ കോണളവ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഈ 360നെ 8 ഗുണിക്കണം 45 ആണ് 360. അതുപോലെ തന്നെ 3 ഗുണിക്കണം 45 എത്രയാണ്? 135 ഡിഗ്രി. ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഒരു കോണ് തന്നിട്ടുണ്ട് ഭിന്നസംഖ്യയിലേക്ക് മാറ്റിയ ഇതേ രീതിയിലാണല്ലോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഈ ഛേദം കൊണ്ട് ഹരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണോ തന്നത് അതിൻ്റെ ഛേദം കൊണ്ട് 360നെ ഹരിക്കുക, അത് ഇവിടെ എഴുതുക. ആ ഹരിച്ച് കിട്ടുന്നത് എത്രയാണോ അതിനെ അംശം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കോണളവ് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വൃത്തത്തിലേക്ക് അടയാളപ്പെടുത്തുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മട്ട ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും അടയാളപ്പെടുത്തുന്നത്. അത് എത്ര തുല്യ ഭാഗങ്ങളാണ് ആക്കുന്നത്? 8 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗമാണ് അല്ലേ. 8 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു മട്ട എടുത്തിട്ടുണ്ട്. 45 ഡിഗ്രി വീതം വരുന്ന ഒരു മട്ടമാണ് എടുത്തത്. ഇതിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. കേന്ദ്രത്തിൽ വെക്കുന്നു. ഇവിടെ 45 ഡിഗ്രി. ഇത് കൂട്ടി വരയ്ക്കുക കേന്ദ്രത്തിലേക്ക്. ഇനി നമുക്ക് അടുത്ത 45 ഡിഗ്രിയും കൂടെ അടയാളപ്പെടുത്താം. അതുപോലെ അടുത്ത 45 ഡിഗ്രിയും കൂടെ അടയാളപ്പെടുത്താം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എന്നിട്ട് മായ്ച്ച് കളയാം. അപ്പോൾ നമ്മൾ ആദ്യം 345 ഡിഗ്രി വെച്ചാണ് ഇത് വരച്ചത്. അപ്പോൾ എത്രയാണ് ഇത് കിട്ടിയത്? 135 ഡിഗ്രി. അപ്പോൾ അതായത് 345 ഡിഗ്രികൾ ചേർന്നതാണ് 135 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ഭാഗമാണ്? 8ൽ 3 ഭാഗം. 8ൽ 3 ഭാഗമാണ് ഇത്. 8ൽ 3 ഭാഗം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. 12 അല്ലെങ്കിൽ 12ൽ 5 ഭാഗം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 360നെ 360 ഹരിക്കണം. ഈ ഛേദം കൊണ്ട് ഹരിക്കുക. 12 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എത്ര കിട്ടും? 36ൽ എത്ര 12 ഉണ്ട്?
3 അല്ലേ, 3 12 36. അപ്പോൾ 36 36 ഒഴിച്ചാൽ 0, ഈ 0 ഇറക്കി എഴുതുക, 0 12 0 പ്രാവശ്യം. അപ്പോൾ എത്ര കിട്ടി? 30 ഡിഗ്രി. നമുക്ക് കിട്ടിയ കോൺ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ 360, ഇവിടെ എത്ര എഴുതാം? 5 ഗുണിക്കണം 30. ഇവിടെ കിട്ടിയത് എത്രയാണോ അത്രയും 5 തവണ 30 ഡിഗ്രി കൂട്ടുന്നതായിരിക്കും അല്ലേ. നമ്മൾ ഈ വൃത്തത്തിൽ ആദ്യം ഒരു 30 ഡിഗ്രി വരച്ചു, ഇനി അടുത്ത 30 കൂടെ അടയാളപ്പെടുത്തി നോക്കാം. ഈ കിട്ടിയിരിക്കുന്ന ഇത്രയും ഭാഗമാണ് ഇത്. ഡിഗ്രി വീതമുള്ള 5 ഭാഗങ്ങളാണ് അല്ലേ. 5 30 ഡിഗ്രി കൂടിയതാണ് ഇത്. അപ്പോൾ 5 30 എന്ന് പറയുമ്പോൾ എത്രയായി? 150 ഡിഗ്രി. 150 ഡിഗ്രി 360ൽ 150 ഡിഗ്രിയാണ് ഇത്. അപ്പോൾ 150 ഡിഗ്രി, അതായത് 12ൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 360ൽ 150 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. 24ൽ 5 ഭാഗം എന്ന് പറയുമ്പോൾ 24ൽ 5 ഭാഗം. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ വൃത്തത്തിൽ അടയാളപ്പെടുത്തുന്നത്? അതായത് 24 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 5 ഭാഗം. അപ്പോൾ നമുക്ക് 24 തുല്യ ഭാഗങ്ങളാക്കുക, 5 ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഭിന്നസംഖ്യയുടെ ഛേദത്തിനെ 360ൽ നിന്ന് ഹരിക്കുക. 360 ഹരിക്കണം 24. 36ൽ എത്ര 24 ഉണ്ട്? ഒരു തവണയാണുള്ളത്. അപ്പോൾ 1 × 24 24. 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 3ൽ നിന്ന് 2 കുറച്ചാൽ 1, ഇവിടെ 0. 120ൽ എത്ര 24 ഉണ്ട്? ാണ് 24 ഉള്ളത്. അപ്പം 120. നമ്മൾ ഛേദത്തിന്, ഇതിലെ ഛേദത്തിന് 24 എന്ന ഛേദം 360നെ 24 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 15. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, 360ൽ 5 15കൾ 5 15കൾ കൂടി ചേർന്നാലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 5 ഗുണിക്കണം 15. 15നെ 5, 5 5 25, 2 ശിഷ്ടം, 1 5, 5 2 7. അപ്പോൾ ഒരു കോൺ എന്ന് പറയുന്നത് 75 ഡിഗ്രി എന്ന് പറയുന്ന കോണാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 24ൽ 5 എന്ന് പറയുന്നതിൻ്റെ 24ൽ 5 എന്ന് പറയുന്നത് ഭിന്നസംഖ്യയുടെ കോണളവാണ് 360ൽ 75 ഡിഗ്രി എന്ന് പറയുന്നത്. 360ൽ 75 ഡിഗ്രി. അതായത് ഈ ഒരു വൃത്തത്തിനെ 24 തുല്യ ഭാഗങ്ങളാക്കിയാൽ 24 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഭാഗങ്ങളാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ 24 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 5 ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യുക. അതാണ് 5 ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും 75 ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെയുള്ള ഛേദം കൊണ്ട് ഹരിച്ചു, 24 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്രയാണ് 15. അപ്പോൾ 15നെ അംശം കൊണ്ട് ഗുണിക്കുക. അതായത് 15 5 തവണ 15 കൂട്ടുന്നതായിരിക്കും ഈ 75 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഭിന്നസംഖ്യയുടെ കോണളവാണ് 75 ഡിഗ്രി ബൈ 360, അല്ലെങ്കിൽ 360 75 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൃത്തത്തിനെ 24 തുല്യ ഭാഗങ്ങളാക്കി അതിൽ 5 ഭാഗം 24 തുല്യ ഭാഗങ്ങളിലാക്കിയതിൽ 5 ഭാഗം, അപ്പോൾ 1 2 3 4 5 ഇത്രയും ഭാഗമാണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. 75 ഡിഗ്രി. അപ്പോൾ ഇതിനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തിന്. അപ്പോൾ ഇത്രയും ഭാഗമാണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭിന്നസംഖ്യ തന്നാലും നിങ്ങൾക്ക് സ്വന്തം തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭിന്നസംഖ്യ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോണളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതും, വൃത്തത്തിൽ ഈക്വലായിട്ട് തുല്യമായ ഭാഗങ്ങളാക്കുക, എത്രയാണോ ഭിന്നസംഖ്യ തന്നത് അത്രയും ഭാഗം ഷെയ്ഡ് ചെയ്യുക, ആ രീതിയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം.